പാലക്കാട് നിന്ന് ദുഃഖകരമായൊരു വാർത്ത എത്തുന്നുണ്ട്. കണ്ണമ്പ്ര കോട്ടേക്കാട് വീട് തകർന്ന അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം സംഭവിച്ചു. കണ്ണമ്പ്ര കോട്ടേക്കാട് സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? മഴയാണോ കാരണം? തീർച്ചയായിട്ടും സ്മിത, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പാലക്കാട് കണ്ണമ്പ്രയിൽ നിന്ന് പുറത്തു വരുന്നത്. കണ്ണമ്പ്ര കൊട്ടേക്കാടാണ് വീട് തകർന്ന് രണ്ടുപേർ മരിച്ചിരിക്കുന്നത്. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശി സുലോചന, അവർക്ക് 54 വയസ്സാണ്. മകൻ രഞ്ജിത്ത്, 33 വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ അവർ 6 മണിയോടുകൂടിയാണ് ഈ വീട് തകർന്നു വീഴുന്നത്. ഇരുവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇവരുടെ മുകളിലേക്ക് വീടിന്റെ ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. തുടർന്നാണ് മരണം സംഭവിച്ചത്. ഇരുവരെയും പൊടുന്നനെ തന്നെ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഇവിടെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ അതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. ഈ വീടിന് ഏതാണ്ട് കാലപ്പഴക്കം ഉണ്ടായിരുന്നത്, ഏതാണ്ട് തകരാറായ നിലയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത് തകർന്നു വീഴുമെന്ന് ആരും കരുതിയിരുന്നില്ല. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായിട്ടുള്ളത്. ഇരുവരെയും നേരെ ആലത്തൂരിലെ ആശുപത്രിയിലേക്കാണ്, താലൂക്ക് ആശുപത്രിയിലേക്കാണ് എത്തിച്ചെങ്കിലും അവിടെ എത്തിക്കുമ്പോൾ തന്നെ ജീവൻ നഷ്ടമായിരുന്നു. നമുക്കിപ്പോൾ വീടിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഗം പൂർണ്ണമായും ഈ അമ്മയും മകനും കിടന്നുറങ്ങിയിരുന്ന ഭാഗത്തേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെ മേലേക്ക് അവരുടെ ശരീരത്തിലേക്ക് ഈ വീട് തകർന്നു വീണാണ് രണ്ടുപേരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ജില്ലയിൽ ഇന്നലെ രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴയും കാറ്റും ശക്തമാണ്. ഇതിനിടെ നിരവധി ഇടങ്ങളിൽ വീടുകൾ തകർന്നു വീഴുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ രാവിലെ കണ്ണമ്പ്ര കൊട്ടേക്കാട് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി. അമ്മയുടെയും മകന്റെയും ദേഹത്തേക്ക് ഈ വീടിന്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായി ഇടിഞ്ഞു വീണിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ അത് കാണാൻ കഴിയും. അത് പൂർണ്ണമായി ഇവരുടെ ദേഹത്തേക്ക് വീഴുകയും ഇരുവർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു. ഉടനെ തന്നെ ശബ്ദം കൂട്ടി ഓടിക്കൂടിയ നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഇവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ അവിടെ എത്തിച്ചപ്പോൾ തന്നെ ഇവരുടെ ജീവൻ നഷ്ടമാവുകയായിരുന്നു. വല്ലാത്ത ആശങ്കയും സങ്കടവും ദുഃഖവും തോന്നുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു വല്ലാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് ആ വീട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതെന്ന്. ശക്തമായ മഴയുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായി പാലക്കാട്. അവരുടെ കുടുംബത്തിൽ മറ്റാരെല്ലാം ഉണ്ട്? ഈ അമ്മയും മകനും ഉറങ്ങുന്നു, മറ്റുള്ളവരെവിടെയായിരുന്നു? അവിടെ ബന്ധുക്കളെല്ലാം എത്തിത്തുടങ്ങിയോ? വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ, നിഖിൽ. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഈ പുറത്ത് ഇത്ര ശക്തമായ മഴ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത അവിടെ കിടന്നുറങ്ങുകയായിരുന്ന അമ്മയ്ക്കും മകനുമാണ് ദാരുണാന്ത്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ലഭ്യമാക്കി വരികയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീട്ടിൽ ഇവർ രണ്ടുപേർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ഈ വീടിന് കാലപ്പഴക്കം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ്, അതായത് ഇന്നിപ്പോൾ തകർന്നു വീഴുമ്പോഴാണ് പ്രദേശവാസികൾ പോലും ഇത്ര നഷ്ടമാണ് ഈ വീടിന്റെ അവസ്ഥ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മരം വീഴുകയൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് ശക്തമായ കാറ്റിലും മഴയിലും ഈ വീട് തകർന്നു പോവുകയായിരുന്നു. അടുത്ത വീട്ടുകാരാണ് ഈ ശബ്ദം കേട്ടത്. അവർ പെട്ടെന്ന് തന്നെ ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ആദ്യം ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്താൻ തുടങ്ങിയത്. അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതും. ആദ്യം ഈ തകർന്നടിഞ്ഞ ഈ വീടിന് അടിയിൽ നിന്ന് ഇവരെ അമ്മയും മകനെയും പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു ആദ്യ ദൗത്യം. അത് പൂർത്തിയാക്കിയ ശേഷം അവർ വളരെ വേഗത്തിൽ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ഈ സംഭവ സ്ഥലത്ത് നിന്ന് അവരെ രക്ഷപ്പെടുത്തുമ്പോൾ അവർക്ക് ജീവനുണ്ടായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതിനുശേഷം നേരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ എത്തിച്ച ശേഷമാണ് ഇരുവരുടെ മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം. സ്മിത, നിഖിൽ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ തന്നെ ഈ കാലപ്പഴക്കമുള്ള വീടാണ്. ഈ പണ്ടൊക്കെയുള്ള വീടുകൾക്ക് അത്ര ബലമുള്ള ഭിത്തികളല്ല. പലപ്പോഴും ഈ കളിമണ്ണൊക്കെ ഉപയോഗിച്ചുള്ള ഭിത്തികൾ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള അത്തരത്തിലുള്ള ഭിത്തികളിലൊന്നാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെ, ഈ ബലക്ഷയം സംഭവിച്ചത് തന്നെ അത് വീട്ടുകാർ തിരിച്ചറിയാതെ പോയതാകാം ഒരു പക്ഷേ ഇങ്ങനെ അപകടത്തിൽ അവർ പെട്ടുപോകാനുള്ള ഒരു കാരണമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും സ്മിത, ഇത് കാലപ്പഴക്കമുള്ള വീടാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും. ഈ വീടിന് ചില ബലക്ഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അപകടം, അതായത് ഇത്തരത്തിലൊരു അപകടം, വീട് തകർന്നു വീണ് അത് ശരീരത്തിലേക്ക് വീണ് ആളുകൾ മരിക്കുക എന്നുള്ള ആ തരത്തിലുള്ള ഒരു അപകടം ആരും കരുതിയിരുന്നില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് അവിടുത്തെ
വാർഡ് മെമ്പറുടെ അടക്കം നമ്പർ ഇപ്പോൾ ലഭ്യമാണ്. നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമെങ്കിൽ തേടാവുന്നതുമാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്, അതായത് നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും ആദ്യം രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി അവിടേക്ക് ഓടി എത്തിയിരുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതും. അവർക്ക് ആദ്യം കേട്ടത്, പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ആദ്യം കേട്ടത് ഒരു വലിയ ശബ്ദമായിരുന്നു. അതായത് ഈ വീട് പൊടുന്നനെ തകർന്നു വീഴുന്ന ശബ്ദം. തുടർന്ന് അവിടുത്തെ ആളുകൾ, പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ അവിടേക്ക് വളരെ വേഗത്തിൽ ഓടിയെത്തുകയായിരുന്നു. തുടർന്ന് അവരാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിരുന്നു. ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിനാൽ ആളുകളെല്ലാം, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം വിവിധ ജോലികളിൽ ആയിരുന്നു. അവരെ വളരെ വേഗത്തിൽ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. തുടർന്ന് അവരുടെയും കൂടി നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ഇരുവരെയും പുറത്തെത്തിച്ച് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും തന്നെ അവരുടെ പരിക്ക് വളരെ ഗുരുതരമായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ആളുകളൊക്കെ പറയുന്നത്. അവരെ പുറത്തെടുക്കുമ്പോൾ തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഏറ്റവും അടുത്തുള്ള ആശുപത്രി എന്നുള്ള നിലയ്ക്കാണ് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷെ അവിടെ എത്തിച്ച സമയം അവരുടെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴേക്കും തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ പാലക്കാട് കണ്ണമ്പ്ര കോട്ടേക്കാടാണ് ഈ അപകടമുണ്ടായത്. വീട് തകർന്ന് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യമുണ്ടായി. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. കണ്ണമ്പ്ര കോട്ടേക്കാട് സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. നിഖിൽ പ്രമേശാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.